നമസ്കാരം, ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. കൊല്ലം ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൻ്റെ സിന്തറ്റിക് ട്രാക്ക് ഉദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും നടന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾക്കൊപ്പം കായിക മേഖലയെ വളർത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൻ്റെ സിന്തറ്റിക് ട്രാക്ക് ഉദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും നടത്തുന്ന ചടങ്ങിലായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 26ാമത് സിന്തറ്റിക് ട്രാക്കാണ് ഉദ്ഘാടനം ചെയ്തത്. ഒളിമ്പ്യൻ സുരേഷ് ബാബു മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയായി. 450 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയത്തോട് ചേർന്ന് കായിക താരങ്ങൾക്കായി ഹോസ്റ്റൽ കൂടി നിർമ്മിക്കും. മറ്റ് വകുപ്പുമായി ചേർന്ന് 5000 കോടി രൂപ കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിനിയോഗിച്ച് സംസ്ഥാനത്ത് മുനിസിപ്പൽ മേഖലയിൽ 32 കായിക സമുച്ചയങ്ങളും താലൂക്ക് അടിസ്ഥാനത്തിൽ 350 കായിക സമുച്ചയങ്ങളും നിർമ്മിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ 154 മൈതാനങ്ങൾക്ക് അനുമതിയായി. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്ത് കായിക വകുപ്പിന് കീഴിൽ ആസൂത്രണ വകുപ്പ് ആരംഭിക്കുന്നു. രാജ്യത്ത് ആദ്യമായി സ്പോർട്സ് കൗൺസിലുകളുടെ പ്രവർത്തനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത് കേരളത്തിലാണ്. വിദ്യാലയങ്ങളിൽ 100-ലധികം ഗ്രൗണ്ടുകൾ ഒരുക്കി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കായിക താരങ്ങൾക്ക് ഉപകരണം വാങ്ങാനും മത്സരത്തിൽ പങ്കെടുക്കാനും ധനസഹായം നൽകും. ഭിന്നശേഷി പ്രത്യേക കായിക സ്റ്റേഡിയം നിർമ്മാണത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് താഴേക്ക് കൊടുക്കുന്ന കായിക പരിശീലന പദ്ധതികളെ അത് താഴെത്തട്ടിൽ നടപ്പിലാക്കുക, ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ജില്ലാ കൗൺസിലുകൾ പഞ്ചായത്ത് കൗൺസിലിലേക്ക് ആ പദ്ധതികൾ എത്തിക്കുകയും കൃത്യമായി തന്നെ 3 തട്ടുകളിലായി ഈ കായിക പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതോടുകൂടി തന്നെ ഇനി പഞ്ചായത്തുകളിൽ സ്വന്തമായി പുതിയ ടീമുകൾ ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് വനിതകൾക്ക് പ്രത്യേക ടീമുകൾ, പുരുഷന്മാർക്കുള്ള ടീമുകൾ, അവിടെ കായിക മത്സരങ്ങൾ നടത്തുക. അത് കഴിഞ്ഞ് ബ്ലോക്ക് തല മത്സരങ്ങൾ നടത്താനുള്ള പണം ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ വിജയികൾക്ക് സമ്മാനം നൽകാൻ വരെ പണം ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ജില്ലാതലത്തിലുള്ള കായിക മത്സരങ്ങൾ നടത്താൻ ജില്ലാ പഞ്ചായത്തിന് പണം അനുവദിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ അവിടെ കായിക പരിശീലകരെ നിയമിക്കാൻ, ഒരു പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞ 5 പരിശീലകരെങ്കിലും നിയമിക്കാനുള്ള അനുമതി ഇപ്പോൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവിടെ ഉണ്ട്. അവർ ശ്രമിച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കായിക മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് ഈ കൊല്ലത്തുകാരോട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. 45 കോടി രൂപയാണ് നമ്മൾ ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനായി ഇപ്പോൾ ചെലവഴിക്കുന്നത്. അതിൻ്റെ 1ാം ഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ചു. സംസ്ഥാനത്ത് 2016 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 2 സിന്തറ്റിക് ട്രാക്കുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 10 വർഷത്തിനുള്ളിൽ 26ാമത്തെ സിന്തറ്റിക് ട്രാക്കിൻ്റെ ഉദ്ഘാടനം ഇന്ന് കൊല്ലത്ത് നടക്കുകയാണ്. ഇനി 4 സിന്തറ്റിക് ട്രാക്കുകളുടെ നിർമ്മാണം നമ്മൾ ഈ മാർച്ച് അവസാനത്തോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയും. സംസ്ഥാനത്ത് 30 സിന്തറ്റിക് ട്രാക്കുകൾ നമുക്ക് ഉണ്ടാവും. അത് കായിക മേഖലയിൽ പ്രത്യേകിച്ച് അത്ലറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒന്നായി മാറും. ഇരവിപുരം MLA M നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് X ഏണസ്റ്റ്, വൈസ് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, മുൻ വൈസ് പ്രസിഡന്റ് രാമഭദ്രൻ, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ S ജയമോഹൻ, ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് B പ്രേമാനന്ദ്, ജില്ലാ ടെന്നീസ് അസോസിയേഷൻ പ്രസിഡന്റ് പീറ്റർ ഓസ്റ്റിൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി V ശ്രീകുമാരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.